റോഷിപാൽ കൂടിയുണ്ട് വിവരങ്ങളുമായി. റോഷിപാൽ, എന്തായാലും ശിവഗിരി മഠത്തിനും മുഖ്യമന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് NSS ജനറൽ സെക്രട്ടറി നടത്തിയിരുന്നത്. എന്തൊക്കെയായിരുന്നു പ്രസക്ത ഭാഗങ്ങൾ? ഒന്ന്, ശിവഗിരി മഠത്തിലെ തീർത്ഥാടന സമയത്ത് സ്വാമി സച്ചിദാനന്ദ നടത്തിയ പരാമർശത്തിലുള്ള NSSന്റെ എതിർപ്പാണ് ജി സുകുമാരൻ നായർ പ്രകടിപ്പിച്ചത്. ജി സുകുമാരൻ നായർ പറയുന്നത് ക്ഷേത്രങ്ങൾ പലതും, ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുണ്ട്. ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തുടരണം എന്നാണ് അഭിപ്രായം. NSS ആ നിലപാടിൽ നിന്നും മാറ്റമില്ല. നേരെ മറിച്ച് ശിവഗിരിയുടെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ആചാരങ്ങൾ മാറ്റുന്നതിൽ ഒരു എതിർപ്പും പ്രകടിപ്പിക്കുന്നില്ല. പക്ഷേ എല്ലാ ക്ഷേത്രങ്ങളിലും ഇതേപോലെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാറ്റം വരുത്തണമെന്ന് അഭിപ്രായപ്പെടാൻ അത് ഇവർക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളതെന്ന ചോദ്യമുയർത്തുമ്പോൾ തന്നെ സർക്കാരിനെ ഉപയോഗിച്ചുകൊണ്ട് ശിവഗിരിയുടെ അഭിപ്രായ പ്രകടനം അത് നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തുന്നതിലുള്ള എതിർപ്പ് കൂടി പറയുന്നു. കാരണം ദേവസ്വം ബോർഡ് ഈ ഷർട്ട് ധരിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് അത് അംഗീകരിക്കാൻ, അല്ലെങ്കിൽ ആ സ്വാമി സച്ചിദാനന്ദന്റെ അഭിപ്രായം അത് അംഗീകരിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിലൊക്കെ ഷർട്ട് ധരിക്കാനുള്ള അവകാശം നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അതിനുള്ള എതിർപ്പാണ് പ്രകടിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി ഇന്നലെ അതിൽ സച്ചിദാനന്ദ സ്വാമിയുടെ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കുമ്പോൾ തന്നെ ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കട്ടെ എന്ന് പറയുന്നു. ദേവസ്വം ബോർഡ് വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിൽ തീരുമാനമെടുക്കുമോ എന്ന അത്തരത്തിലൊരു ചർച്ചകൾ പുരോഗമിക്കുമ്പോഴാണ് ഇപ്പോൾ ജി സുകുമാരൻ നായർ ഈ വ്യത്യസ്തമായ അഭിപ്രായം പ്രകടിപ്പിക്കുന്നത്. ഏതായാലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാറ്റുന്നതിലുള്ള കടുത്ത വിയോജിപ്പ് NSS ഇതിനോടകം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഈ കാര്യത്തിൽ ഈ ശിവഗിരി മഠവും NSSും തമ്മിലുള്ള ഒരു അഭിപ്രായ ഭിന്നത അത് രൂക്ഷമാകാനുള്ള സാധ്യതയാണ്. ഇനി ഇക്കാര്യത്തിൽ ജി സുകുമാരൻ നായർ പുതിയ അഭിപ്രായങ്ങൾ, സ്വാമി സച്ചിദാനന്ദ സ്വാമിയുടെ പുതിയ വിമർശനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ മറുപടി പറഞ്ഞാൽ അത് വീണ്ടും തർക്കങ്ങൾ മുറുകാൻ അവസരമൊരുങ്ങും. ഏതായാലും ഈ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നിലവിൽ ഷർട്ട് ധരിക്കാതെ കയറേണ്ട ക്ഷേത്രങ്ങൾ അവിടെ ഷർട്ട് ധരിക്കാനുള്ള അവകാശം നൽകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നേരത്തെ ശബരിമലയിലെ ആചാരലംഘനം എന്ന് പറഞ്ഞ NSS നടത്തിയ സമരത്തിന് സമാനമായ ഒരു പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഈ കാര്യത്തിൽ വളരെ പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കാൻ സാധ്യതയില്ല. ഇന്ന് തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ പ്രസിഡന്റ് PS പ്രശാന്ത് രാവിലെ മന്നം സമാധിയിലെത്തിയിരുന്നു. ജി സുകുമാരൻ നായരെ കണ്ടിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമാണ്. ശബരിമലയിൽ ഷർട്ട് ധരിച്ചാണ് അവിടെ കയറുന്നത്. അവിടെ പ്രത്യേകിച്ച് വസ്ത്രങ്ങളുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളില്ല. ഈ കാര്യം ജി സുകുമാരൻ നായർ തന്നെ പറയുകയും ചെയ്തതാണ്. പക്ഷേ കടുത്ത നിയന്ത്രണങ്ങളുള്ള ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രമായാലും ഗുരുവായൂർ ആണെങ്കിൽ പോലും അവിടെയൊക്കെ ഷർട്ട് ധരിക്കാതെയാണ് കയറാൻ പാടുള്ളൂ. അവിടെയൊക്കെ ഷർട്ട് ധരിച്ച് കയറാനുള്ള അവകാശം നൽകുകയാണെങ്കിൽ, പുരോഗമനപരമായ നിലപാട് അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും NSSന്റെ ഭാഗത്ത് കടുത്ത എതിർപ്പുണ്ടാകും. അങ്ങനെ ഒരു ആലോചന നടക്കുമ്പോൾ തന്നെ NSS അതിന്റെ എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീണ്ടും ആചാരവുമായി ബന്ധപ്പെട്ട വലിയൊരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. നേരത്തെ ശബരിമലയിലെ സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളും തർക്കങ്ങളും സമരത്തിനും സാക്ഷ്യം വഹിച്ചതാണ് കേരളം. സമാനമായ ചർച്ചകളിലേക്ക് പോകുമോ എന്നതാണ് അറിയേണ്ടത്. റിനു ശ്രീധർ കൂടി ചേരുന്നുണ്ട്. റിനു, താനൊരു സന്യാസിയാണെന്ന് പറയുന്നതിലൂടെ അഭിപ്രായം ഈ സമുദായ നേതാക്കളല്ലേ പറയേണ്ടതെന്ന് കൂടി പറയുകയല്ലേ സ്വാമി ചെയ്തത്? തീർച്ചയായും. അതായത് സ്വാമി സച്ചിദാനന്ദ പറയുന്നത് തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളും ആരാധനാ സംവിധാനങ്ങളും ഒക്കെ ഉള്ളത്. ഈ തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ പോലും ഇത്തരം അനാചാരമില്ല. അവിടുത്തെ പ്രതിഷ്ഠകളിൽ പോലും ചെന്ന് തൊട്ട് പ്രാർത്ഥിക്കുവാനുള്ള അവകാശമുണ്ട്. അവിടെയൊന്നും ദൈവിക ചൈതന്യം നഷ്ടപ്പെടുന്നില്ല, ദൈവങ്ങളുടെ അനുഗ്രഹം ഇല്ലാതാകുന്നില്ല. പക്ഷേ നമ്മുടെ കേരളത്തിലാണ് ഇത്രയും അധികം ഒരു അനാചാരങ്ങൾ നിലനിൽക്കുന്നത്. ഈ അനാചാരത്തിനെതിരെയാണ് താൻ സംസാരിച്ചത്. അതിന് ജി സുകുമാരൻ നായർ പോലെയുള്ളവർ പിന്തുണ നൽകേണ്ടതാണ്. പക്ഷേ അത്തരൊരു പിന്തുണ നൽകാതെ ഇതിനെ എങ്ങനെ വിമർശിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരു അനാചാരമാണ്. ഈ അനാചാരത്തിനെതിരെയാണ് നമ്മൾ നിലനിൽക്കേണ്ടതെന്നും സ്വാമി സച്ചിദാനന്ദ പറയുന്നുണ്ട്. എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു വാഗ്വാദത്തിലേക്ക് പോകുന്നു, ഒരു ചർച്ചയിലേക്ക് പോകുന്നു. ഈ വിഷയം സമൂഹം ഏറ്റെടുക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ജി സുകുമാരൻ നായർ വലിയ രീതിയിലുള്ള വിമർശനവുമായി സച്ചിദാനന്ദ സ്വാമിക്കെതിരെ വരുന്നു. സച്ചിദാനന്ദ സ്വാമിയും അതേപടി തിരിച്ചടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും നമുക്കറിയാം ശബരിമലയിൽ അതുൾപ്പെടെ സ്വാമി പറയുന്നുണ്ട്. അതായത് ശബരിമലയിൽ എല്ലാവരും ഷർട്ട് ധരിച്ചാണ് എത്തുന്നത്. എന്തുകൊണ്ട് അവിടെ ദൈവിക ചൈതന്യം നഷ്ടപ്പെടുന്നില്ല, അനുഗ്രഹം കിട്ടുന്നില്ല എന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ട്
എന്തുകൊണ്ട് ചില ക്ഷേത്രങ്ങളിൽ അത്തരമൊരു ആരാധനാക്രമം, അത്തരമൊരു ആരാധനാ സംവിധാനം ഉണ്ടാകുന്നു? ഇതെല്ലാം തന്നെ ഒരു പരിഷ്കാരം ഉണ്ടാകേണ്ടതാണ്, കാമ്യമായിട്ടുള്ള ഒരു പരിഷ്കാരം ഉണ്ടായി വരേണ്ടത് എന്നാണ്. എന്തായാലും സമൂഹത്തിലുടനീളം ഈ ഒരു ചർച്ച, അതായത് ഷർട്ട് ധരിച്ച് ക്ഷേത്രത്തിൽ കയറണം എന്നുള്ള ഒരു കാര്യം വലിയ രീതിയിൽ ചർച്ചയായി ഉയർന്നു വരുന്നുണ്ട്.